ഹലോ. രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ 1-2 അമ്പലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് ആമസോൺ സെയിൽ നടന്നപ്പോൾ എടുത്ത ഒരു കുർത്തയാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് എനിക്കിത് കിട്ടിയത്. എനിക്ക് ഈ ഒരു കുർത്ത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 6:30 ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത് കുറിയന്നൂർ ഇടനാട്ടുകാവ് ദേവീക്ഷേത്രത്തിലും അതേപോലെ തന്നെ കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലുമാണ്. കവിയൂര് മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ആഞ്ജനേയ സ്വാമിക്കും വളരെ പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ്. അപ്പം ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. ഫസ്റ്റ് പോകുന്നത് കുറിയന്നൂരാണ്. അമ്മയുടെ കുറച്ച് റിലേറ്റീവ്സും അവിടെ ഉണ്ട്. സോ അവരുടെയൊക്കെ വീട്ടിലും പോകാനൊരു പ്ലാൻ ഉണ്ട്. അപ്പം ഇതാണ് എടനാട്ടുകാവ് ദേവീക്ഷേത്രം. ഭയങ്കര ഭംഗിയുള്ളൊരു അമ്പലമാണ്. ഞാൻ വരുമ്പോഴും ഇത്രയും ഭംഗിയുണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങൾ നല്ലപോലെ തൊഴുതു. അമ്പലത്തിൽ ഇപ്പം പടയണി നടക്കുകയാണ്. മാർച്ച് 22 തൊട്ട് 24 വരെയാണ് പടയണി. സോ ഞങ്ങൾ ചെന്ന ദിവസമാണ് ലാസ്റ്റത്തെ പടയണി. പടയണി നടക്കുന്നത് ലേറ്റ് നൈറ്റ് ആകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ആ അമ്പലത്തിലൊക്കെ സ്പെൻഡ് ചെയ്തു. തൊഴാനാണെങ്കിലും അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തൊഴാനും പറ്റി. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇതാണ് പടയണിയിൽ എടുക്കുന്ന കോലം. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഇനി ശശിയങ്കിളിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് ഈ ഒരാളെ ഞാൻ കണ്ടത്. അങ്ങനെ ശശിയങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതാണ് ശശിയങ്കിള്. ഞാനും അധികം വന്നിട്ടില്ലെങ്കിലും 2-3 ടൈംസ് ഒക്കെ അങ്കിളിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ അമ്മയുടെ അമ്മാവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അമ്മയുടെ വല്യമ്മാവനാണ് ആക്ച്വലി. അവിടെ അജിക്കുട്ടമാമനും ആൻറ്റിയും എല്ലാവരും ഉണ്ട്. അപ്പം അവരുടെ വീട് കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കയറണം എന്നുള്ളൊരു പ്ലാനിലല്ല വന്നത്. കാരണം ഓട്ടോയിലാണ് വന്നത്. സോ ഓട്ടോ വിടേണ്ടതുകൊണ്ട് ഇങ്ങനെ ടൈം കാണില്ല എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ആരോടും ഇൻഫോം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ശശിയങ്കിളാണ് ഞങ്ങളെ നിർബന്ധിച്ച് വീട്ടിലേക്കൊക്കെ വിളിച്ചത്. ഇതാണ് അമ്മയുടെ വല്യമ്മാവൻ. അപ്പൂപ്പൻ ആക്ച്വലി പണ്ടത്തെ സാറായിരുന്നു. അങ്ങനെ അധികം നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. പെട്ടെന്ന് തന്നെ ശശിയങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെയും കൂടെ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത കവിയൂർ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അവിടെ ചെന്നപ്പോഴേ ജലജാൻ്റിയൊക്കെ കാണാൻ പറ്റി. ഞങ്ങൾ അവിടെയും അധികം നേരമൊന്നും ഇരുന്നില്ല. ജസ്റ്റ് ചായ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങുകയാണ് ഉണ്ടായത്. അവിടെ ചെന്നപ്പോഴാണ് വിറകടുപ്പൊക്കെ കണ്ടത്. ഇപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും വിറകടുപ്പ്. അങ്ങനെ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ആറുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. എപ്പോൾ വന്നാലും ഈ ഒരു ആറിൻ്റെ ആ സൈഡ് പോകാണ്ട് ഞങ്ങൾ തിരിച്ചു വരാറേ ഇല്ല. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനും ഒക്കെ. അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ നേരെ കവിയൂർ അമ്പലത്തിലാണ് പോയത്. അതിൻ്റെ ഷോർട്സ് ഒന്നും എടുത്തില്ല, കാരണം അമ്പലത്തിനകത്ത് വീഡിയോ അലൗഡ് അല്ലല്ലോ. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളൊരു ഡേ. സോ ബൈ.